യൂറിക് ആസിഡ് കുറയാൻ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ്: അത്തിപ്പഴം, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, പിസ്ത. ഈത്തപ്പഴം. അമിതമായി കഴിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥം: ഓയിൽ, മൈദ, ചിക്കൻ, ബീഫ്. മൈദ. പച്ചക്കറിയായും ഫ്രൂട്ടായും ഉപയോഗിക്കുന്നത്: ബീട്രൂട്ട്, പേരക്ക, ക്യാരറ്റ്, മാമ്പഴം. ക്യാരറ്റ്. ഗർഭകാലത്ത് കൂടുതലായി കഴിക്കേണ്ട മീൻ: കരിമീൻ, മത്തി, അയല, ചൂര. മത്തി. രക്തം കുറവുള്ളവർ കുടിക്കേണ്ട ജ്യൂസ്: മുന്തിരി ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്. മുന്തിരി ജ്യൂസ്. വെള്ളം കുടി കുറയുന്നവരിൽ കണ്ടുവരുന്ന രോഗം: അൾസർ, മലബന്ധം, അസിഡിറ്റി, തലവേദന. മലബന്ധം. താരൻ മാറാൻ ഉപയോഗിക്കേണ്ടത്: കറിവേപ്പില, തുളസി, ചെറുനാരങ്ങ, വേപ്പ്. ചെറുനാരങ്ങ. അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ല എണ്ണ: കടുകെണ്ണ, എള്ളെണ്ണ, വെളിച്ചെണ്ണ, ബദാമെണ്ണ. എള്ളെണ്ണ. ഏത് രോഗത്തിൻ്റെ ലക്ഷണമായാണ് ശരീരത്തിന് തടി കൂടുന്നത്? വൃക്കരോഗം, പ്രമേഹം, തൈറോയിഡ്, അൾസർ. തൈറോയിഡ്. മാനസിക സമ്മർദ്ദം മാറാൻ കഴിക്കേണ്ട ഫ്രൂട്ട്: പപ്പായ, വാഴപ്പഴം, സീതപ്പഴം, സ്ട്രോബെറി. വാഴപ്പഴം. ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ. വിറ്റാമിൻ സി. പൈൽസ് ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത മീൻ: മുള്ളൻ, മത്തി, നെത്തോലി, ചൂര. മത്തി. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിക്കേണ്ട വസ്തു: ഉണക്കമുന്തിരി, ജാതിക്ക, അണ്ടിപ്പരിപ്പ്, ജാതിപത്രി. ഉണക്കമുന്തിരി. ചന്ദനത്തിരി സ്ഥിരമായി കത്തിച്ചു വച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം: സൈനസ്, സ്ട്രോക്ക്, ക്യാൻസർ, ഹാർട്ട് ബ്ലോക്ക്. ക്യാൻസർ. മൂക്കുത്തി അണിയുന്ന സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഇത്: ഐശ്വര്യം, അപകടം, ദാരിദ്ര്യം, മരണം. ഐശ്വര്യം.